അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പരിശുദ്ധ റമദാൻ മാസത്തിലേക്കാണ് മുസ്ലിം ലോകം പ്രവേശിച്ചിരിക്കുന്നത്. ഈ റമദാൻ മാസം ദുആയുടെ മാസമാണ്. അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട മാസമാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഏതാനും ഖുർആനിലും ഹദീസിലും വന്ന ദുആകൾ പരിചയപ്പെടുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇന്ന് നാം ഏറ്റവും വലിയ ദുആ, അതല്ലെങ്കിൽ അള്ളാഹു തആല നമ്മളോട് എന്നും ചോദിക്കാൻ പറഞ്ഞ ദുആ, അത് മറ്റൊന്നുമല്ല, ഹിദായത്തിന് വേണ്ടിയുള്ള ദുആയാണ്. ആ ദുആ ഖുർആനിൽ വാരിദായ നാം എപ്പോഴും ഓതുന്ന ഫാത്തിഹ സൂറത്താണ്. പലപ്പോഴും ഫാത്തിഹ സൂറത്തിനെ ഒരു ദുആയായി ആരും കാണാറില്ല. സത്യത്തിൽ ഏറ്റവും വലിയ ദുആയാണ് സൂറത്തുൽ ഫാത്തിഹ. അത് നമുക്ക് ഇൻഷാ അള്ളാഹ് ഏതാനും മിനിറ്റുകൾ ഫാത്തിഹ എങ്ങനെ ഒരു ദുആയായി നമുക്ക് കാണാമെന്നും, ഇനി മുതൽ ഫാത്തിഹ ഓതുമ്പോൾ ദുആ ചെയ്യുകയാണ് എന്ന മട്ടത്തിൽ അള്ളാഹുവിനോട് നാം കരഞ്ഞുകൊണ്ട് ഹിദായത്തിന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും വേണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്ക് ആരംഭിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ബിസ്മി ഫാത്തിഹയുടെ ഭാഗമാണ് എന്ന് നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ച് അർ റഹ്മാൻ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാനിത് ആരംഭിക്കുന്നു. ഒന്നാമത്തെ ആയത്തിൽ തന്നെ അള്ളാഹുവിനോട് നാം പറയുന്ന സിഫത്ത് നീ റഹ്മാനും റഹീമുമാണ് എന്നുള്ളതാണ്. അതായത് എത്ര ചോദിച്ചാലും നീ നൽകുന്നവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദി മോസ്റ്റ് മേഴ്സിഫുൾ, ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവൻ. നമ്മളെപ്പോഴാണ് ഒരു പണക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഹദിയ, അതല്ലെങ്കിൽ സംഭാവന ചോദിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ ഉള്ളതുകൊണ്ട് കാര്യമില്ല. ചോദിച്ചാൽ ഇങ്ങോട്ട് നൽകുമെന്ന് നമുക്ക് ധാരണയുള്ള പണക്കാരോട് മാത്രമേ സദഖ, ഹദിയ, സംഭാവന ചോദിക്കാറുള്ളൂ. അഥവാ അതല്ലെങ്കിൽ നാം എന്തിനു വേണ്ടിയാണോ ചോദിക്കുന്നത് ആ സാഹചര്യം മനസ്സിലാക്കി അതിനോട് റഹ്മത്ത് കാണിക്കുന്ന, ആ പണക്കാരോട് കൃപ കാണിക്കുന്ന, നല്ല ദയയും അലിവുമുള്ള പണക്കാരോടാണ് നാം ചോദിക്കാറുള്ളത്. അതുപോലെ അള്ളാഹുവിന് ഒരുപാട് സിഫത്തുകളുണ്ടെങ്കിലും റഹ്മാനായ അള്ളാഹു, റഹീമായ അള്ളാഹു എന്ന് പറയുന്നത് നീ എത്ര ചോദിച്ചാലും, എത്ര വലിയ കുറ്റം ചെയ്യുന്നവൻ ചോദിച്ചാലും, എത്ര പാപഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ഒരു അടിമ നിന്നോട് ചോദിച്ചാലും നിൻ്റെ പ്രവിശാലമായ റഹ്മത്ത് കാരണമായി നീ ഉത്തരം ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ തുടങ്ങുന്നത്. എന്നിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സാധാരണ എല്ലാ ദുആയും നമ്മൾ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നതും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആദ്യം നാം അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അർ റഹ്മാൻ റഹീം, വീണ്ടും അള്ളാഹുവിൻ്റെ ആ സിഫത്ത് നമ്മൾ ഏറ്റുപറയുന്നു. കാരണം ഈ ചോദിക്കുന്ന ഞാൻ എത്ര പാപിയാണെങ്കിലും നീ എത്രയോ റഹ്മത്ത് ചെയ്യുന്നവനാണ്. ആ റഹ്മത്തിൻ്റെ, ആ കാരുണ്യത്തിൻ്റെ ആ വിശാലത വെച്ചുകൊണ്ട് ഞാൻ നിന്നോടിതാ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുന്നു. മാലിക് യൗമിദ്ദീൻ, മാലിക്
ഓണറാണ്, അധികാരമുള്ളവനാണ്. എവിടെ? യൗമിദ്ദീൻ, പരലോകത്ത് അധികാരമുള്ളവൻ. അതായത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഏറ്റവും കൂടുതൽ അവൻ പ്രകാശിപ്പിക്കുന്നത് പരലോകത്താണ്. ഹദീസിൽ കാണാം 99% അള്ളാഹുവിൻ്റെ റഹ്മത്തും അവൻ പ്രകാശിപ്പിക്കുന്നത് പരലോകത്താണ്. ഇവിടെ ദുനിയാവിൽ എല്ലാ ജീവജാലങ്ങളും, മനുഷ്യരും മൃഗങ്ങളും, എല്ലാ ജീവജാലങ്ങളും കാണിക്കുന്ന എല്ലാ കരുണയും അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ 100 എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാലിക് യൗമിദ്ദീൻ, അന്ത്യനാളിലെ ഉടമയായ അള്ളാഹു. എന്തിനാണത് പറയുന്നത്? കുറേ പണം ഉള്ളതുകൊണ്ട് കാര്യമില്ല, റഹ്മത്ത് വേണം. പക്ഷേ റഹ്മത്തുള്ള ആളായതുകൊണ്ട് കൊടുത്തുകൊള്ളണമെന്നില്ല. കാരണം എന്തേ? കയ്യിൽ പൈസ വേണ്ടേ? എനിക്ക് ഒരുപാട് സംഭാവന ചെയ്യണമെന്നുണ്ട്, ഒരുപാട് ആളുകൾ സഹായിക്കണമെന്നുണ്ട്. കയ്യിൽ പണമില്ലെങ്കിൽ എങ്ങനെ സഹായിക്കും? അതിനെന്ത് വേണം? കയ്യിൽ പണം വേണം, ഓണറായിരിക്കണം, ഒരുപാട് അസറ്റ്, ഒരുപാട് ആസ്തികൾ, അതിൻ്റെയൊക്കെ ഓണറായിരിക്കണം. അപ്പോഴേ എൻ്റെ കയ്യിലുള്ള, എൻ്റെ ഓണർഷിപ്പിലുള്ള മുതലല്ലേ എനിക്ക് സദഖ കൊടുക്കാൻ പറ്റുള്ളൂ. വേറൊരുത്തൻ്റെ മൊബൈൽ എൻ്റെ കയ്യിലുണ്ട്, അത് എനിക്ക് ഹദി കൊടുക്കാൻ പറ്റൂല. ലില്ലാഹി മാഫിസ് സമാവാതി വ മാഫിൽ അർദ്, ഭൂമി ലോകത്തുള്ള ആകാശലോകത്തുള്ള എല്ലാത്തിൻ്റെയും ഓണറാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. അപ്പോൾ മാലിക് യൗമിദ്ദീൻ, ദുനിയാവിലും നാളെ പരലോകത്തും നിൻ്റെ ഓണർഷിപ്പിലാണ് എല്ലാം നടക്കുന്നത്. നിനക്ക് എന്തും തരാം, ആരും നീ തന്നാൽ ചോദ്യം ചെയ്യൂല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അവിടെ വളരെ ക്ലിയറായിട്ട് നാം നമ്മുടെ അടിമയുടെ ഹംബിൾനെസ്, അഥവാ വളരെ അധികം താഴ്മയോടെ പരമോന്നതനായ എല്ലാ അധികാരവുമുള്ള അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഇബാദത്തിൻ്റെ സത്ത കിടക്കുന്നത് അവിടെയാണ്. അഖ്സാ ആയത്തിൽ ഖുളൂഇ വത്തദല്ലുലി എന്നാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. ഏറ്റവും കൂടുതൽ വിധേയത്വം അല്ലെങ്കിൽ വിനയം കാണിക്കുന്ന ഒരവസ്ഥയാണ് ഇബാദത്ത്. അതാണ് ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ആ ഒരു വണക്കം നിന്നോടല്ലാതെ മറ്റൊരു സൃഷ്ടിയോടും ഞങ്ങൾ ചെയ്യുന്നില്ല റബ്ബേ. വ ഇയ്യാക നസ്തഈൻ, എല്ലാ സഹായവും അത് നിന്നിൽ നിന്നാണ്, നിന്നോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ചെറുതും വലുതും ആരെന്നെ സഹായിച്ചാലും എൻ്റെ പൂർണ്ണമായ വിശ്വാസം ആ സഹായങ്ങളൊക്കെ നിന്നിൽ നിന്നാണ് വരുന്നത്. ഇതുവരെ നാം അള്ളാഹുവിൻ്റെ സിഫത്ത് പറഞ്ഞു, നാം അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് അക്നോളജ് അഥവാ സമ്മതിച്ചു. ഇനി ദുആ ആരംഭിക്കുകയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന, നീ ഞങ്ങളെ ഹിദായത്ത് ചെയ്യണം, അസ്സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലേക്ക്, അഥവാ ചൊവ്വായ നേരായ വഴിയിലേക്ക് നീ ഞങ്ങളെ ചേർക്കണമേ എന്നാണ് ദുആ ചെയ്യുന്നത്. ഒരൊറ്റ ദുആ മാത്രമേ ഉള്ളൂ. എന്താണത്? ഹിദായത്തിനെ ചോദിക്കുന്നത്. എനിക്ക് മരണം വരെ ഹിദായത്തിലായി ജീവിക്കണം, ഹിദായത്തിലായി മരിക്കണം. ശരിക്കും ഞങ്ങൾ ഹിദായത്ത് ലഭിച്ചവരാണ്, മുഅ്മിനാണ്, മുസ്ലിമാണ്. പണ്ഡിതന്മാർ പറയുന്നു അവിടെ ഇഹ്ദിന എന്ന് പറഞ്ഞാൽ ഹിദായത്ത് നൽകണേ. ആ ഹിദായത്ത് കണ്ടിന്യൂ ആയിട്ട് മരണം വരെ ഉണ്ടാകണം. അതാണ് ആ ദുആ. ഈമാനിന് വേണ്ടി ഹിദായത്തിൻ്റെ ആ കണ്ടിന്യൂറ്റി, അത് ഇവിടെ മരണം വരെ ഉണ്ടാകാൻ വേണ്ടിയുള്ള ദുആയാണത്. സിറാത്തുൽ മുസ്തഖീം, ഹദാ ഇല എന്ന് പറഞ്ഞാൽ ടു ഗൈഡ്. എവിടേക്കാണ് ഗൈഡ് ചെയ്യുന്നത്? അത് സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ വഴി, നേർവഴി. രണ്ട് ബിന്ദുവിനിടയിൽ, രണ്ട് പോയിൻറ്റിനിടയിൽ ഒരു വര വരക്കുമ്പോൾ അവിടെ നേർവഴിയാണ് ദി ഷോർട്ടസ്റ്റ് വേ ആയി നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നത്. എന്തെങ്കിലും ഒരു വളവ് ആ രണ്ട് പോയിൻറ്റിനിടയിൽ വന്നു കഴിഞ്ഞാൽ ആ വളവിനനുസരിച്ച് ദൂരം കൂടും. അതുപോലെ തന്നെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വല്ലപ്പോഴും പിഴച്ച്
പോയാൽ, തെറ്റ് ചെയ്താൽ അപ്പോഴൊക്കെ സ്വർഗത്തിലേക്കുള്ള ആ ദൂരം കൂടിക്കൊണ്ടേ പോകും. എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ ആ മുറാഖബയിലായി, ഇബാദത്തിലായി ജീവിക്കാൻ കഴിയുക, അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞത്. ഇനി ആ സിറാത്ത്, ആ വഴി ഏതാണ്, അതുകൂടി നമ്മൾ ക്ലാരിറ്റി വരുത്താണ്. നമ്മൾ ഈ ബിസിനസ്സിലൊക്കെ പ്രത്യേകിച്ചും ഇക്കാലഘട്ടത്ത് ഒരുപാട് നമ്മൾ കാണുന്നതാണ്, ബിസിനസ്സിൽ ക്ലാരിറ്റി വേണം, പർപ്പസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ആ ഹിദായത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താണ്. എന്താണത്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, ഒരു കൂട്ടരുടെ വഴിയാണ് ആ വഴി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഒരൊറ്റ ഡിസ്ക്രിപ്ഷൻ, ഒരൊറ്റ സിഫത്ത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, അൻഅംത അലൈഹിം, നീ അവരെ ധാരാളം അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. ആ അനുഗ്രഹം, ആ നിഅമത്ത്, ആ ബ്ലെസ്സിങ്സ് അത് എനിക്ക് നൽകണം. അവരുടെ വഴിയിൽ നീ എന്നെ കൊണ്ടുപോകണം. ദുനിയാവിൻ്റെ നിഅമത്തും പെട്ടു, ആഖിറത്തിൻ്റെ നിഅമത്തും പെട്ടു. അതിൽ നമ്മൾ പെട്ടുപോയാൽ പിന്നൊന്നും പേടിക്കാനില്ല. അതാണ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ആ വഴിയാണ് പ്രവാചകന്മാർ, ശുഹദാക്കൾ, ഔലിയാക്കൾ, സിദ്ദീഖീങ്ങൾ, അവരുടെയൊക്കെ വഴിയാണത്. അത് കഴിഞ്ഞ് ഒന്നും കൂടി ക്ലാരിറ്റി വരുത്തിയാണ്. ഏത് വഴിക്കാണെന്ന് പറഞ്ഞു, ഇനി ഏത് വഴിക്ക് അല്ല എന്നുകൂടി പറയുകയാണ്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, നീ കോപിച്ച, നിന്റെ ശിക്ഷക്ക് അർഹരായ കൂട്ടരുണ്ട് ഇവിടെ. നിന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ടോ, അതല്ലെങ്കിൽ വിശ്വസിക്കുന്നത് തന്നെ തെറ്റായ രൂപത്തിൽ വിശ്വസിച്ചത് കൊണ്ടോ, അഖീദയിൽ, വിശ്വാസത്തിൽ ഒരുപാട് പിഴച്ച ടീമുണ്ട്. നിരീശ്വരവാദികളടക്കം, ബഹുദൈവാരാധകരടക്കം എല്ലാവരും പെട്ടു. അവരുടെ വഴിയല്ല അല്ലാഹ്. വലദ്ദാലീൻ, പിഴച്ചവർ. ചിലപ്പോൾ ദീനിൻ്റെ പേരിൽ, ഇസ്ലാമിൻ്റെ പേരിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാകാം, പക്ഷേ അവർ ഖുർആനും ഹദീസും പറയുന്നുണ്ടാകാം, പക്ഷെ പിഴച്ചവരായിരിക്കും. റസൂലുള്ളാഹ് പറയാത്ത കാര്യങ്ങൾ അവർ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടാകണം. ഖുർആനിനെ അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ടാകണം. അതുമല്ലെങ്കിൽ അവർ അമലിൽ പരസ്യമായി തെമാടിത്തരം ചെയ്ത് ഫിസ്ഖ്, ഫുജൂർ എന്നൊക്കെ അറബിയിൽ പറയുന്ന ആ ഒരു ഗണത്തിൽപ്പെട്ടവരാണ്. അതിലൊന്നും എന്നെ പെടുത്തല്ല അല്ലാഹ്, നീ എന്നെ സിറാത്തുൽ മുസ്തഖീം, റുജുവായ മാർഗത്തിൽ പെടുത്തണേ എന്ന ആ നമ്മുടെ ഗോൾ, അതിൻ്റെ ക്ലാരിറ്റി വരുത്തുകയാണ് ആ ദുആയിൽ. എന്നിട്ട് ആമീൻ. പ്രത്യേകിച്ച് ഫാത്തിഹ കഴിഞ്ഞാൽ ആമീൻ പല സുന്നത്തുണ്ട്. വളരെ വ്യക്തമാണ്. ഈ ദുആ അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അർത്ഥം മനസ്സിലാക്കി ദുആ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.